ഗൈസ്, അങ്ങനെ ഞങ്ങള് പ്ലാൻ ചെയ്ത ട്രിപ്പ് നാളെ പോവാനായിട്ട് പോവാണ്. നേരെ റോഡ് ഉണ്ടെങ്കിൽ നേരെ 90% ട്രിപ്പ് പ്ലാനേഴ്സിനെ പോലെ ട്രിപ്പ് പ്ലാൻ ചെയ്ത് നടക്കാത്ത കൂട്ടരാണ് ഞങ്ങൾ. പക്ഷെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ പ്ലാൻ ചെയ്ത ട്രിപ്പ് ഈ വർഷം ഞങ്ങൾ നടത്തുവാണ്. സാധാരണ അങ്ങനെ വരേണ്ടതല്ല, പക്ഷെ എന്തോ അങ്ങ് നടന്നു. എല്ലാവരും കൂടി നാളെ നമുക്ക് ട്രിപ്പ് പോയാലോ എന്ന് പ്ലാൻ ചെയ്ത് യെസ് പോകാം എന്ന് പറഞ്ഞിട്ട് 5-6 പേര് വെട്ടിയെടുത്തുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഗൈസ്. അത് ഞങ്ങൾ കുറച്ച് പെൺപടകൾ മാത്രം. ഞങ്ങൾക്ക് കുറേ പേരുണ്ട് ഇനി വരാനായിട്ട്. പക്ഷേ പെട്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇറങ്ങി വന്നത് ഇത്രയും പേര് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേര് ട്രിപ്പ് പോകാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ പകുതിക്ക് വെച്ച് ഈ ട്രിപ്പ് സ്റ്റോപ്പ് ചെയ്തതാണ്. പക്ഷേ ഞങ്ങൾ അതിസാഹസികമായിട്ട് ആ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ 2 മെയിൻ എലമെൻറ്റ്സ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും ട്രിപ്പ് പോകുന്നവർ അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ പറക്കുംതളികയിൽ യാത്ര തിരിക്കുകയാണ്. ഞങ്ങളുടെ പറക്കുംതളിക എന്ന് പറയുന്നത് ജിസ് ചേച്ചിയുടെ വണ്ടിയാണ്. ജിസ് ചേച്ചിയാണ് നമ്മുടെ ട്രിപ്പൊക്കെ എപ്പോഴും പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. ജിസ് ചേച്ചി ഭയങ്കര ആക്റ്റീവാണ് ട്രിപ്പിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ജിസ് ചേച്ചിയുടെ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ജിസ് ചേച്ചി, ബിന്ദു ചേച്ചി, പിന്നെ ഞങ്ങൾ പുറകിൽ ഞങ്ങൾ 4 പേര്, ഞാൻ, അക്സ, അക്ഷയ, അമ്മൂസ്, ഞങ്ങളെല്ലാവരും കൂടി പുറകെ ഇരുന്ന് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്രയും രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴാണ് ഗൈസ് നമ്മുടെ ട്രിപ്പിൽ ആ സംഭവം സംഭവിക്കുന്നത്. അതിലേക്ക് പോകാം. ഞങ്ങളുടെ ട്രിപ്പിൽ നടന്ന ഒന്നാമത്തെ സംഭവമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞങ്ങളിങ്ങനെ മനസ്സമാധാനത്തോടു കൂടി ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ചേട്ടനും ചേച്ചി ഇങ്ങനെ സ്കൂട്ടറിൽ പോകുന്നത് കണ്ടത്. നോക്കുമ്പോൾ എന്താ അവരുടെ ചേച്ചിയുടെ ഷോള് വന്നിട്ട് ആ ഒരു ടയറിൽ കുരുങ്ങുന്ന രീതിയിൽ താഴോട്ട് കിടക്കുന്നു. അപ്പം ഞങ്ങളുടെ മനസ്സിലെ നന്മ മരം ഉണർന്നു. ഞങ്ങളങ്ങനെ ആ ചേട്ടനെയും ചേച്ചി ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞു വിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സംഭവം ഉണ്ടാവുന്നത്. അത് നിങ്ങൾ കണ്ടു നോക്ക്. പറത്തിവിടെ പാപ്പാ വേഗോട്ടെ നമുക്ക്. സുഹൃത്തുക്കളെ, നമ്മൾ നോക്കൂ ഗൈസ്, അല്ല നോക്കൂ ഗൈസ്, വെള്ളം കണ്ടു. സാമ്പ്രാണിക്കുടിയിലൊന്നും ഇല്ലല്ലോ നമ്മൾ അങ്ങനെ ഇതുവഴി ബോട്ടിൽ കയറി നമ്മൾ ഒരു വെള്ളം നമ്മൾ അറിയാലോ സാമ്പ്രാണിക്കുടി അവിടെ ഇറങ്ങി നിന്ന് നമ്മൾ ബാക്കിയുള്ള വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ്. ബോട്ട് ജെട്ടിലെത്തി. ബോട്ട് ജെട്ടി അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഞങ്ങൾ വന്നത് കൊല്ലത്തുള്ള സാമ്പ്രാണിക്കൊടിയിലാണ്. സാമ്പ്രാണിക്കൊടിയിൽ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഏറ്റവും അടുത്ത് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ സാമ്പ്രാണിക്കൊടി ചൂസ് ചെയ്തു. അങ്ങനെ ഇതാ ഞങ്ങളിത് വെയിൽ കൊണ്ട് മുട്ടയിടാൻ വേണ്ടിയിട്ട് സാമ്പ്രാണിക്കൊടിയിലേക്ക് പോവാണ്. അപ്പോൾ സാമ്പ്രാണിക്കൊടിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോസിലൊക്കെ. പക്ഷെ ഞങ്ങൾ കാണിക്കുന്ന സാമ്പ്രാണിക്കൊടി കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ബാക്കിയും കൂടെ കണ്ടോ. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ബോട്ട് ഫുള്ളായിട്ട് എടുത്ത് റിച്ച് പീപ്പിൾസ്. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. അപ്പം 7 പേർക്കുള്ള ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമുക്കൊരു ബോട്ട് അവർ സ്വന്തമായിട്ട് തരുമെന്ന് പറഞ്ഞു. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് തരത്തില്ല. അങ്ങനെ ഞങ്ങൾ ആ ഒരു ബോട്ട് സ്വന്തമായിട്ട് എടുത്തു. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ബോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കയറി വന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ സാമ്പ്രാണിക്കൊടി ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ വെള്ളം, ചുറ്റിനും പച്ച മരങ്ങളല്ലല്ലോ, കണ്ടൽ കാടുകൾ. അതുമാത്രം കണ്ട് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഇതാ ഞങ്ങളുടെ കറക്റ്റ് സ്ഥലത്തെത്തി. അപ്പം ഇറങ്ങി പോകാനായിട്ട് പറ്റും. ഉണ്ട് അവിടെ ഇങ്ങനെ വരുന്നു. അവിടെ ഇറങ്ങി ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ കണ്ണ് പോയത് അവിടെ സാധനങ്ങൾ വിൽക്കുന്ന ചേച്ചിയുടെ അടുത്തോട്ടാണ്. അവിടെ കഴിക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ കിട്ടും. ഞങ്ങൾ മെയിനായിട്ട് വന്നത് തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. റീൽസൊക്കെ പിന്നെ ഞങ്ങൾ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആഡ് ചെയ്യാം. മുളകും അപ്പൊ അങ്ങനെ സഹിക്കും അവര്. എല്ലാവർക്കും വേണ്ടി ഞാൻ കഴിച്ചു കാണിക്കാം കേട്ടോ. നമുക്ക് ഇവിടെ നല്ല ചേച്ചിയെ പരിചയപ്പെടാൻ പറ്റി. ചേച്ചിയാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ കടയുടെ നാൻസി ചേച്ചിയാണ്. നാൻസി ചേച്ചി കാണിക്കും. ഇതാണ് നാൻസി ചേച്ചി. ചേച്ചി ബ്ലോഗൊക്കെ ചെയ്യുന്ന നാൻസി ഭയങ്കര സ്നേഹമുള്ളതാണ്.
എല്ലാ വ്ളോഗിലും ഉണ്ട് നാൻസി ചേച്ചി. അടുത്തായിട്ട് ഞങ്ങൾ അവിടെ മൊത്തം ചുറ്റി കാണാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. ഞാൻ റീൽസൊക്കെ തകർക്കണമെന്ന് പറഞ്ഞിട്ട് റീൽസൊക്കെ എടുത്തത് കൊണ്ടാണ് ഇടയ്ക്ക് വീഡിയോസൊക്കെ ഇങ്ങനെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ കറങ്ങുമ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. ചുറ്റിനും വെള്ളവും പച്ചപ്പും അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ കാണാനൊന്നുമില്ല. പക്ഷേ വൈബാണ്. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ആരാണോ വരുന്നത് അവരുടെ കൂടെ പോകുമ്പോൾ അടിപൊളി വൈബാണ്. പിന്നെ ഞങ്ങൾ വൈബിൻ്റെ കാര്യത്തിലൊട്ടും പുറകോട്ടല്ലാത്തതുകൊണ്ട് നല്ലപോലെ വൈബി. വെയിൽ കൊണ്ട് മുട്ടയിട്ടു കാര്യം. ചെറുകരയോളം മറുകരയോളം അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറിൽ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അവിടെ ചെയ്യാനൊന്നുമില്ല, തിരിച്ചു പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോഴാണ് നമ്മളെ കൊണ്ടുപോയി ഗൈഡ് ചേട്ടൻ പറഞ്ഞത് വെള്ളം വേണമെങ്കിൽ തുഴഞ്ഞോ. എങ്കിൽ പിന്നെ റീൽസിന് വേണ്ടി ഞങ്ങൾ നന്നായിട്ട് വെള്ളം തുഴയാൻ ശ്രമിച്ചു ഗൈസ്. എന്തായാലും റീൽസിന് പറ്റിയ വള്ളം തുഴയിലൊന്നും എനിക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിലും ജിസ ചേച്ചിക്ക് നല്ല വള്ളം തുഴയിൽ റീൽ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ സംതൃപ്തിയോടുകൂടി ഞങ്ങൾ അവിടുന്ന് മടങ്ങാൻ ശ്രമിക്കുമ്പോഴാണ് അക്ഷയ അവിടെയുള്ള മരത്തിൻ്റെ മുകളിൽ കയറി അവളുടെ കഴിവ് കാണിക്കുന്നത് ഞങ്ങൾ കണ്ടത്. ഇവിടെ എവിടെ പോയാലും ഇത് തന്നെയാണല്ലോ. ദോ അക്ഷയ ദോ മരത്തേല് മരത്തിൽ കയറിയിട്ടുള്ള കാര്യമേ ഇപ്പൊ പെൺപിള്ളേരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. അങ്ങനെ ഞങ്ങളും മരത്തിൽ കയറി മഞ്ഞുമൽ ഗേൾസൊക്കെ കളിച്ചു. സത്യത്തിൽ അതിൻ്റെ പുറത്ത് കയറി നിൽക്കുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. താഴെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം ഗോവിന്ദ. അവിടെ അടുത്ത് നിന്നവരും പറഞ്ഞു അതിൽ കയറുന്നത് റിസ്ക് ആണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഇറങ്ങി. അപ്പോൾ നിങ്ങളൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ റിസ്ക്കാണ്. ചെയ്യുമ്പോൾ അവരോടൊക്കെ അനുവാദം ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ 9 മണിക്ക് സാമ്പ്രാണിക്കൊടിയിലെത്തി ഞങ്ങൾ 10:30 അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. കാരണം അപ്പോഴത്തേക്കും നമുക്ക് കവർ ചെയ്യാനുള്ള ഏരിയ എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം പ്ലാൻ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ചത് കൊണ്ട് തന്നെ എത്രയൊക്കെ നോക്കിയിട്ടും ഗൂഗിളിൽ നോക്കിയിട്ടും ഒന്നും അടുത്തൊരു സ്ഥലം നമുക്ക് കിട്ടുന്നില്ല പോകാനായിട്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവിടെ പോകാം, അങ്ങനെ പ്ലാൻ ചെയ്തു. പിന്നെ അവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്, അവിടെ പോകാം. അപ്പം ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്, ബീച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ നട്ടുച്ച വെയിലത്ത് ഈ സ്ഥലത്തൊക്കെ പോകുക എന്ന് പറയുന്നത് വൻ റിസ്ക്കാണ്. പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനും ഉണ്ടാകത്തില്ല. ഓൾറെഡി ഞങ്ങൾ 1.5 മണിക്കൂർ വെയിൽ കൊണ്ടിട്ടുണ്ട്. ഇനിയും പോയി വെയിൽ കൊള്ളേണ്ട കാര്യമില്ല എന്ന് പ്ലാൻ ചെയ്യുമ്പോഴാണ് അവിടെ 2 സ്ഥലത്ത് വാട്ടർഫാൾസ് ഇങ്ങനെ ലൊക്കേഷനിൽ കാണിച്ചത്. അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് അടുത്തുള്ള ലൊക്കേഷനിൽ നോക്കിയിട്ട് വാട്ടർഫാൾസ് തിരഞ്ഞു പോയി. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ അബദ്ധം മനസ്സിലാക്കുന്നത്. 1, അവിടെ വെള്ളം ഇല്ലായിരുന്നു. 2, അവിടെ ഇപ്പോൾ അങ്ങനെ ആരും പോകുന്നില്ല. അത് ഒരു കുറച്ച് കാവിൻ്റെയൊക്കെ നടുക്ക്, അതായത് സർപ്പക്കാവിൻ്റെ നടുക്കുള്ള ഒരു വാട്ടർഫാൾസ് ആണെന്നാണ് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് പോണോ വേണ്ടായോ എന്നുള്ളൊരു സംശയത്തിൽ എന്തായാലും വന്നേലേ പോകാം എന്ന് പറഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ എത്തിപ്പെട്ടത് ഇതുപോലൊരു കൊച്ചു തോടാണ്. അപ്പോഴേ ഞങ്ങളുടെ ഇമ്പ്രഷൻ പോയി. പിന്നെ ഞങ്ങളുടെ കൂടെ ജിഷ് ചേച്ചി ബിന്ദു ചേച്ചി ഉണ്ടായിരുന്നു. അവരങ്ങ് തിരിച്ചു പോയി. ഞങ്ങൾ എന്തായാലും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഗേൾസ് ഉള്ളി മാത്രമായിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ കാടിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് അമ്പലം കേട്ടോ. തുടക്കത്തിൽ വലിയ ഇമ്പ്രഷൻ ഇല്ലായിരുന്നെങ്കിലും ഉള്ളിലോട്ട് പോകും തോറും ഇമ്പ്രഷൻ കൂടിക്കൂടി വന്നു. അതായത് നമ്മൾ കാടിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന കറക്റ്റ് അതേ ഫീല് തന്നെയാണ്. ചുറ്റിനും കാടാണ്. അതുപോലെ ഈ ഒരു കുഞ്ഞു തോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ആ വെള്ളത്തിൻ്റെ സൗണ്ടും പിന്നെ നമ്മൾ പേടിച്ചിട്ടാണ് പോകുന്നത്. പാമ്പോ ചേരയോ സർപ്പമോ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർന്നില്ലേ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഭംഗി കൂടിക്കൂടി വരികയാണ്. മൊത്തത്തിൽ ഭയങ്കര ഒരു ആംബിയൻസ് ആണ് കേട്ടോ. ശരിക്കും ഭയങ്കര ഒരു ആംബിയൻസ് ആണത്. ഈ വീഡിയോയിൽ അത്രയും പകർത്താൻ പറ്റിയിട്ടില്ല. കാരണം ഞാനൊരു വലിയ പ്രോ വീഡിയോഗ്രാഫറൊന്നും അല്ല. അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ശരിക്കും ഇങ്ങനെ ഈ ഒരു സ്ഥലം പോവേണ്ട ഒരു സ്ഥലമെന്ന് തന്നെ പറയാം. അത്ര അടിപൊളിയാണ്. മൊത്തത്തിൽ എന്താ പറയുക, എനിക്കത് പറഞ്ഞ് വർണ്ണിച്ച് തീരാത്ത അത്ര ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാനായിട്ട്. നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ കുറച്ച് നടന്ന് ചെല്ലുമ്പോഴാണ് വാട്ടർഫാൾസ് വരുന്നത്.
ഈ ഭാഗത്ത് വെച്ച് ചെറിയൊരു ടെസ്റ്റ് ഞാൻ നിങ്ങളോട് പറയാം. സത്യത്തിൽ ഞങ്ങൾ ലേഡീസ് ഒറ്റയ്ക്കൊന്നും അല്ല പോയത്. ഞങ്ങൾ വഴി ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്ന 2 പേര് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വഴി മനസ്സിലാവാത്തത് കൊണ്ട് അവർ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ വന്നിട്ട് ഞങ്ങളെക്കാൾ മുന്നേ അവർ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോയി. ഞങ്ങൾ പിന്നെ അവരോട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഒന്ന് വരണേന്ന്. പേടി കൊണ്ടൊന്നും അല്ല, ചെറിയൊരു ഭയം. നമുക്ക് ആദ്യം പോയി കണ്ടിട്ട് വരാം, എന്നിട്ട് ഫോട്ടോ എടുക്കാം. ഇത് അമ്പലത്തിലോട്ട് പോകുന്ന ഏരിയ. ഇങ്ങനെ ഇച്ചിരി കലങ്ങിയ വെള്ളമൊക്കെ അഡ്വഞ്ചർ. അതാ, നിങ്ങൾ കൊല്ലം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു പ്ലേസ് ആണ് ഞങ്ങളിപ്പോൾ കാണിക്കുന്നത്. ഓ ഇവിടെ ഓക്കെ ഓക്കെ, വെള്ളമുണ്ട്, നല്ല അടിപൊളിയല്ലേ? ഇല്ല ഇല്ലേ, ഇത് അടിപൊളിയായി വൈബ്. എനിക്കറിയില്ല, പാമ്പെല്ലാം കാണിക്കുന്നത്. കൊള്ളാം. പക്ഷെ എനിക്ക് ഇതിനെയൊക്കെ ഇഷ്ടപ്പെട്ട വന്ന വഴിയാ, അത് അടിപൊളിയാ. എന്തിനാ പിന്നെ നല്ല സ്ഥലമല്ലേ, മഴ വേണ്ടേ, അപ്പൊ ഭയങ്കര വെയിലല്ലേ. അങ്ങനെ കാടുവെള്ളച്ചാട്ടമെല്ലാം കണ്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇരുന്നുകൊണ്ട് അവരോട് പറയാണ്, അവർ നല്ലൊരു വെള്ളച്ചാട്ടവും നല്ലൊരു വൈബുമാണ് മിസ് ചെയ്തതെന്ന്. സത്യത്തിൽ അവിടെ വെള്ളമില്ലെന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞില്ല, പക്ഷെ പോകുന്ന വഴി വൈബായിരുന്നല്ലോ, അത് ഞങ്ങൾ ശരിക്കും പോയിട്ട് പറഞ്ഞാൽ അവരങ്ങനെ ഇപ്പോൾ സമാധാനത്തിരിക്കേണ്ട. അങ്ങനെ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങളുടെ ആവേശമെല്ലാം കെട്ടടങ്ങി. രാവിലത്തെ പാട്ടും വേണം ഒന്നുമില്ല, ഞങ്ങൾക്ക് ഫ്യൂവൽ വേണം, എങ്കിലേ ഞങ്ങൾക്ക് ഇനി എനർജി കിട്ടുള്ളൂ. അതുമാത്രമല്ല ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരാമെന്ന് തീരുമാനിച്ചു. ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വരാം, ഇനി അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ എന്ന് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് ഞങ്ങൾ അടുത്തൊരു തീരുമാനം എടുക്കുന്നത്. അതെ, ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് തീരുമാനിക്കുകയാണ് നമുക്ക് മൺട്രോത്തുരുത്തിലൂടെ അങ്ങ് പോകാം. എന്തായാലും പെട്ടിയും കടക്കെ എടുത്ത് ഇറങ്ങിയതാണ്, എങ്കിൽ പിന്നെ ഇന്ന് മൊത്തം കവർ ചെയ്തിട്ട് പോകുന്നുള്ളതെന്ന് തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ മൺട്രോത്തുരുത്തിലേക്ക് വിട്ടു. അവിടെ വന്നപ്പോൾ നമുക്ക് ബോട്ട് വേണോ വള്ളം വേണോ എന്ത് വേണമെന്ന് ചോദിച്ചു. ഞങ്ങൾ ഓഫ് കോഴ്സ് വള്ളമാണ് സെലക്ട് ചെയ്തത്. വള്ളം സെലക്ട് ചെയ്യാനൊരു കാരണമുണ്ട്, ആ കാരണം നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റ് മനസ്സിലാവും. സത്യത്തിൽ സാമ്പ്രാണിക്കൊടിയിൽ പോയി എന്താണോ കണ്ടത് അത് തന്നെ ഇവിടെയുള്ളതെന്ന് പ്രതീക്ഷിച്ചാണ് വന്നത്. അതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് കേട്ടോ. എങ്കിലും ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. എന്തുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് മൺട്രോത്തുരുത്തുകൂടി കണ്ടേക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചതെന്നുള്ളത് ഈ വീഡിയോയിൽ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞങ്ങളിങ്ങനെ മൺട്രോത്തുരുത്ത് കണ്ടുപോവാണ്. ഞങ്ങളുടെ കൂടെ ഗൈഡായിട്ട് വന്ന ചേട്ടൻ നല്ല ഗൈഡായിരുന്നു, നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പുള്ളി ഫോട്ടോസൊക്കെ എടുത്ത് തന്നു, എങ്ങനെയാണ് ഈ മൺട്രോത്തുരുത്ത് ഉണ്ടായതെന്ന് പറഞ്ഞു തന്നു. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവാണ്. പോകുന്ന വഴിയിൽ ഇതുപോലെ ഇങ്ങനെ പാലത്തിൻ്റെ അടിയിൽ കൂടി നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഒരു വലിയ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ സെക്കൻഡ് പോകുന്നത് അതിനേക്കാൾ ചെറുത്, തേർഡ് പോകുന്നത് അതിനേക്കാൾ ചെറുത്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ വള്ളത്തിനകത്ത് ഇറങ്ങിയിരിക്കാനൊക്കെ പറ്റും. ഫസ്റ്റ് നമ്മൾ നിന്നിട്ട് പോകാൻ പറ്റുമായിരുന്നു, സെക്കൻഡ് നമുക്ക് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് പോകണം, മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പം ശരിക്കും നമുക്ക് വള്ളത്തിനകത്തേക്ക് ഇറങ്ങിയിരിക്കണം. അപ്പോൾ നമ്മൾ ശരിക്കും വെള്ളത്തിനകത്തൂടെ പോകുന്നൊരു ഫീൽ വരും. സത്യത്തിൽ മൺട്രോത്തുരുത്ത് വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. ഭയങ്കര നല്ലൊരു ഫീൽ നമുക്ക് കിട്ടിയ ഒരു യാത്രയായിരുന്നു മൺട്രോത്തുരുത്തിലേക്കുള്ളത്. ആ പച്ചപ്പായാലും അതുപോലെ നമുക്കിങ്ങനെ എഗെയിൻസ്റ്റ് ആയിട്ട് വേറെ വള്ളങ്ങളൊക്കെ വരും. അപ്പം ഈ വള്ളത്തിലൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂവും, ബഹളം വെക്കും, അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. സിനിമ പിടിക്കും എല്ലാരും ഹായ്. നമ്മളൊക്കെ സ്റ്റാർട്ടാക്കുക. അങ്ങനെ മൺട്രോത്തുരുത്തിൻ്റെ പ്രാന്തപ്രദേശമായ എസ് വളവനാട്ടിലെ കണ്ടൽ കാടുകളിലൂടെയുള്ള ചെറിയ തോടുകളിലൂടെ ഈ പിള്ളേർ ഞാനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞങ്ങൾ എന്തുകൊണ്ട് ക്യാമറയിലോട്ട് നോക്കാതെ വല്ലോടത്തോട്ടും ഒക്കെ നോക്കുന്നതെന്ന്. സത്യത്തിൽ ക്യാമറയിലോട്ട് നോക്കാനേ പറ്റുന്നില്ലായിരുന്നു. അമ്മാതിരി വെയിലാണ് മുഖത്തോട്ട് അടിച്ചുകൊണ്ടിരുന്നത്. അതും ആ ക്യാമറയെ ഫേസ് ചെയ്യുന്ന ആ കറക്റ്റ് സ്ഥലത്ത് സൂര്യേട്ടൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കായിരുന്നു. ഞങ്ങൾക്ക് ക്യാമറയിലോട്ട് നോക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ഈ പെഡൽ ബോട്ടിനകത്തും കയാക്കിങ്ങിനകത്തൊക്കെ വന്ന അവിടെ പിള്ളേർ കറങ്ങുന്നുണ്ട്. ഈ കണ്ടൽക്കാടുകളൊക്കെ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നും ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്താണെന്നും ഒക്കെ ആ ചേട്ടൻ നമുക്ക് പറഞ്ഞു തരായിരുന്നു കേട്ടോ. നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ വന്നതെന്നുള്ളത്. അപ്പോൾ പുള്ളി എൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നു. അത് വീണ് അവിടെ നിന്ന് തന്നെ കളിക്കും. ഞങ്ങൾ കഴിഞ്ഞ ജൂൺ 5-ന് മണ്ഡലത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലെ 1 ലക്ഷം തൈ നട്ട് കണ്ടലിനകത്ത് 1.5-2 മണിക്കൂറിന് ശേഷം നമ്മൾ എത്തുന്നത് ഇങ്ങനൊരു സ്ഥലത്താണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ കഴിക്കാം. ഐസ്ക്രീംസ്, ജ്യൂസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. പിന്നെ ഇവിടെ നിന്ന് കയാക്കിങ് ചെയ്യാം. പിന്നെ കുറേ ആക്ടിവിറ്റീസ് അവിടെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഓരോരുത്തർ കയാക്കിങ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്കും തോന്നി കയാക്കിങ് ചെയ്യണം. അങ്ങനെ ഇപ്പം നമ്മൾ പിന്നിലാവാൻ പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങളുടെ നാടിൻ്റെ മാനം കാക്കാനായി ഞങ്ങളും കയാക്കിങ്ങിന് ഇറങ്ങി. സത്യത്തിൽ ഒരു സൈഡിലോട്ട് തുഴയുമ്പോൾ മറ്റേ സൈഡിലേക്ക് പോകുന്നതാണ് കയാക്കിങ്. പക്ഷെ കുറേ തുഴഞ്ഞ് നമ്മളങ്ങനെ തുഴയാൻ പഠിക്കും ഗൈസ്. അങ്ങനെ ഞങ്ങൾ തുഴഞ്ഞ് അങ്ങേയറ്റത്ത് ചെന്ന് അവിടെ കുറേ കണ്ടൽക്കാടുകളിൽ കുരുങ്ങിക്കിടന്നു. അതിനുശേഷം എങ്ങനെയൊക്കെയോ തിരിഞ്ഞു കറങ്ങി ഞങ്ങൾ കറക്റ്റ് സ്ഥലത്തെത്തി. എവിടേക്കോ പോയി വെള്ളത്തിലൊന്നും വീഴാഞ്ഞത് ഭാഗ്യം. അങ്ങനെ കയാക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ശരിക്കും അടിപൊളിയായിരുന്നു. എല്ലാവരും കയാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ റീൽസിലൊക്കെ വൈറലായിട്ടുള്ള ആ ഒരു സ്ഥലം. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മുടെ മൺട്രോത്തുരത്തിൽ തന്നെ ഇങ്ങനെ രണ്ട് ഇങ്ങനെ കണ്ടൽക്കാടുകൾ ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്ന ഒരിടം. ഇതാണ് കൂടുതലും വീഡിയോസിലൊക്കെ എപ്പോഴും കാണിക്കുന്ന വൈറലായിട്ടുള്ള സ്ഥലങ്ങൾ. പക്ഷേ ഇതിനേക്കാൾ മനോഹരമാണ് നമ്മൾ ഈ യാത്രയിൽ കാണുന്ന ഓരോരോ സ്ഥലങ്ങളും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇത് കടന്ന് ചെന്ന് അപ്പുറത്ത് ചെല്ലുന്നത് കണ്ടൽക്കാടുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന കുറച്ച് ഏരിയയിൽ ചെല്ലാൻ പറ്റും. അവിടെ നമുക്ക് മരത്തിൽ കയറാൻ പറ്റും ഗൈസ്. അങ്ങനെ ഞങ്ങളിലെ മരം കയറികൾ വീണ്ടും ഉണർന്നു. ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ അതിന് അനുവദിച്ചു. അങ്ങനെ ഞങ്ങൾ മരം കയറാനായിട്ട് പോവുകയാണ്. അവിടെ നിന്ന് സകല ആളുകളും വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഈ പെണ്ണുങ്ങൾക്ക് എന്തിൻ്റെ കേട്. കാരണം അവരാരും മരത്തിൽ കയറിയില്ല, ഞങ്ങൾ മാത്രം മരം കയറി. അത് പിന്നെ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടതിന് ശേഷം എന്താണോ അറിഞ്ഞുകൂടാ, മഞ്ഞുമ്മൽ ഗേൾസ് കളിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. ഇപ്പോഴാണ് നമ്മുടെ വീഡിയോയിലെ പ്രധാന എലമെൻ്റ് എന്ന് പറയുന്നത്. അതായത് വീഡിയോയുടെ തുടക്കത്തിൽ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ നന്നായി നിന്ന്. ചെറിയ ചാറ്റമഴ ഉണ്ടെങ്കിൽ മഴ പെയ്യാനൊരു മഴ ഞങ്ങൾ ചെറിയൊരു ചാറ്റമഴയാണ് ആഗ്രഹിച്ചത്. പക്ഷെ ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നു എന്ന് പറയുന്നത് പോലെ വളരെ മനോഹരമായിട്ടൊരു മഴയാണ് തന്നത്. സത്യത്തിൽ ആ ഒരു ട്രിപ്പിൽ മഴ നനഞ്ഞ് ഇത്ര എൻജോയ് ചെയ്ത് പോയ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും കുടയൊക്കെ പിടിച്ചിട്ടാണ് പോയത്. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ മഴ പെയ്യാഞ്ഞത് ഭാഗ്യമെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ അത്രയും മഴ നനയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടുത്തെ ആക്ടിവിറ്റീസിലെല്ലാം ഇൻവോൾവ് ചെയ്യാൻ പറ്റി. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ മഴ ഫുള്ളായിട്ട് നനയാനും പറ്റി. അപ്പോൾ ശരിക്കും ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ചിലത് കിട്ടിയില്ലെങ്കിലും അത് പിന്നീട് കിട്ടുമ്പോൾ അതിൻ്റെ മാധുര്യം കൂടും എന്ന് പറയുന്നത് പോലെയായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു യാത്രയെന്ന് പറയുന്നത്. പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ച യാത്രയാണ്, പക്ഷെ ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ആ ഒരു തീരുമാനം ഒരിക്കലും വേസ്റ്റ് ആയില്ല എന്ന് തോന്നുന്ന ഒരു യാത്ര തന്നെയായിരുന്നു. ഈ ഒരു യാത്രയിൽ ഈ ഒരു മഴയുടെ സമയത്ത് വന്നിട്ടുള്ള ബാക്കി എല്ലാ ആൾക്കാരും ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് പോയ വള്ളമൊക്കെ ആയാലും അവരെല്ലാവരും കുടയൊക്കെ പിടിച്ചിട്ട് നനയാതാണ് പോയത്. പക്ഷെ ഞങ്ങൾ മാത്രം നനഞ്ഞിട്ട് വരുമ്പോൾ അവർ പോലും ആലോചിച്ചിട്ടുണ്ട് ഇവരിതെന്താണ് കാണിക്കുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് വേറെ ലെവലാണ്. അങ്ങനെ ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തൊരു യാത്ര തന്നെയാണ്. ഒരുപാട് എലമെൻറ്റ്സ് ഞങ്ങളുടെ യാത്രയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ യാത്രയെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇതുപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് ഇതുപോലെ സാമ്പ്രാണിക്കൊടിയിൽ പോവുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വെയിൽ കുറയുന്ന സമയമാണ്. വെയിലത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡാവും. അതുപോലെ തന്നെ മഴ ഉള്ള സമയം നോക്കി പോകണമെന്ന് ഞാൻ പറയത്തില്ല.
മഴയുള്ള സമയം ഇതിപ്പോൾ ഞങ്ങൾ മഴയൊക്കെ കഴിഞ്ഞ്, അതായത് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തിന് ഒരാഴ്ച മുമ്പാണ് ഞങ്ങൾ പോയത്. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾ ഒക്ടോബർ മാസമാണ് ഞങ്ങളിതിന് പോയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തുണ്ടാവുന്ന ചെറിയൊരു മഴയാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമുള്ള മഴയൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു പേടിക്കാതെ തന്നെ വലിയൊരു പെരുമഴ വരത്തില്ലെന്നും വലിയ അപകട സാധ്യതകളില്ലെന്നും മനസ്സിലാക്കിയിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇത്. അപ്പോൾ അതാണ് ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.